കേരള രാഷ്ട്രീയത്തിലും CPM-ലും വരാനിരിക്കുന്നത് വലിയ ഭൂകമ്പങ്ങളാണ് എന്ന സൂചന നൽകിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അപ്രമാദിത്വത്തിന് അന്ത്യം കുറിക്കാനുള്ള നീക്കങ്ങൾ കേന്ദ്ര നേതൃത്വത്തിൽ സജീവമാകുന്നു. ഡൽഹിയിൽ നടന്ന പോളിറ്റ് ബ്യൂറോ യോഗം കേരളത്തിലെ പരാജയത്തെ അതീവ ഗൗരവത്തോടെ കാണുകയാണ്. വെറുമൊരു ഭരണവിരുദ്ധ തരംഗമല്ല, മറിച്ച് പിണറായി വിജയൻ എന്ന നേതാവിന്റെ ധാർഷ്ട്യവും ഏകാധിപത്യ പ്രവണതയുമാണ് പാർട്ടി ഈ പതനത്തിലേക്ക് നയിച്ചത് എന്ന കടുത്ത വിമർശനമാണ് PBയിൽ ഉയർന്നത്. ബംഗാളിന്റെ തകർച്ചയ്ക്ക് കാരണമായ ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ അതേ ശൈലിയാണ് കേരളത്തിൽ പിണറായിയും പിന്തുടർന്നത് എന്ന് കേന്ദ്ര നേതൃത്വം തുറന്നടിച്ചു. മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായ മന്ത്രി PA മുഹമ്മദ് റിയാസിനെ സംരക്ഷിക്കാനും വളർത്താനുമുള്ള നീക്കങ്ങൾ പാർട്ടിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറിക്ക് കാരണമായിരിക്കുകയാണ്. റിയാസിനെ പാർലമെന്ററി പാർട്ടി ലീഡറോ പ്രതിപക്ഷ നേതാവോ ആക്കാനുള്ള നീക്കങ്ങൾ മുതിർന്ന നേതാക്കളുടെയും യുവ നേതാക്കളുടെയും ശക്തമായ ഇടപെടലിലൂടെ PB തടഞ്ഞതായിട്ടാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. പാർട്ടിയിൽ കുടുംബവാഴ്ച അനുവദിക്കില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് ഇതിലൂടെ കേന്ദ്രം നൽകുന്നത്. മുഖ്യമന്ത്രിയെയും മരുമകനെയും പൂട്ടുന്നതിനോടൊപ്പം തന്നെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെയും കടുത്ത നടപടിക്ക് സാധ്യത തെളിയുന്നുണ്ട്. പാർട്ടിയെ നയിക്കുന്നതിൽ പരാജയപ്പെടുകയും മുഖ്യമന്ത്രിയുടെ തീരുമാനങ്ങൾക്ക് മൂകസാക്ഷിയായിട്ട് നിൽക്കുകയും ചെയ്യുന്നു എന്നതാണ് ഗോവിന്ദനെതിരെയുള്ള പ്രധാന ആക്ഷേപം. ഇതിന്റെ ഭാഗമായി ഗോവിന്ദനെ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറ്റി ഒരു സംസ്ഥാന പ്ലീനം വിളിച്ചു ചേർക്കാനുള്ള ആലോചനകളും നടക്കുകയാണ്. കേരളത്തിലെ തിരുത്തൽ നടപടികൾക്ക് നേതൃത്വം നൽകാൻ കേന്ദ്ര നേതൃത്വത്തിന്റെ വിശ്വസ്തനായ MA ബേബിയെ മുന്നിൽ നിർത്താനാണ് PB ആലോചിക്കുന്നത്. പിണറായി വിജയന്റെ തട്ടകമായ കണ്ണൂരിലെ നേതാക്കൾ പോലും ഇപ്പോൾ കേന്ദ്ര നിലപാടിനെ അനുകൂലിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. ഇതിന്റെ തുടർച്ചയെന്നോണം പിണറായി വിജയൻ ക്ലിഫ് ഹൗസിൽ നിന്നും വാടക വീട്ടിലേക്ക് മാറുന്നത് പോലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അന്ത്യത്തിന്റെ തുടക്കമായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷണം വിലയിരുത്തിയത്. മുഖ്യമന്ത്രി പദവിയിൽ നിന്നും പടിയിറക്കത്തിന്റെ സൂചനയായിട്ട് ഇതിനെ കാണുന്നവരും കുറവല്ല. KK ശൈലജയെ പോലെ ജനകീയരായ നേതാക്കളെ തഴഞ്ഞതും അനാവശ്യമായിട്ട് മണ്ഡലം മാറ്റിയതും തന്ത്രപരമായ വലിയ പിഴവാണ് എന്ന് കേന്ദ്രം വിലയിരുത്തുന്നു. ശൈലജയെ മട്ടന്നൂരിൽ നിന്നും പേരാവൂരിലേക്ക് മാറ്റിയത് പരാജയത്തിന് ആക്കം കൂട്ടി. മുതിർന്ന നേതാക്കളെ ഒതുക്കി സ്വന്തം വിശ്വസ്തരെ മാത്രം വളർത്തുന്ന പിണറായിയുടെ രീതി പാർട്ടിയുടെ അടിത്തറ തകർത്തു. പാർട്ടിയിൽ നിന്നും അകന്നുപോയ സമുദായങ്ങളെയും വോട്ടർമാരെയും തിരികെ കൊണ്ടുവരാൻ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇനി കഴിയില്ല എന്ന് ഉറച്ച വിശ്വാസത്തിലാണ് PB ഉള്ളത്. ഭരണത്തിൽ മാത്രമല്ല, പാർട്ടിയിലും ഇനി തിരുത്തൽ വേണം. VS അച്യുതാനന്ദൻ പണ്ട് ഉയർത്തിയതുപോലെയുള്ള ഒരു പോരാട്ടം ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ പിണറായിക്കെതിരെ രൂപപ്പെട്ടിരിക്കുകയാണ്. ആഭ്യന്തര വകുപ്പിന്റെ പരാജയവും സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള ആരോപണങ്ങളും പാർട്ടിക്ക് വലിയ നാണക്കേടുണ്ടാക്കി. ഈ സാഹചര്യത്തിൽ പിണറായി വിജയനെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് പോലും മാറ്റുവാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല. പാർട്ടി നേരിടുന്ന ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ MA ബേബിയുടെ സജീവ സാന്നിധ്യം ഇനി കേരളത്തിൽ ഉണ്ടാകും. CPM-നെ അതിന്റെ പഴയ മൂല്യങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനാണ് ബേബിയെ ദൗത്യമേൽപ്പിക്കുന്നത്. ഗോവിന്ദനെ മാറ്റി കൂടുതൽ ശക്തനായ ഒരാളെ സെക്രട്ടറി ആക്കണമെന്ന ആവശ്യം കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പ്ലീനത്തിൽ പിണറായി വിജയന്റെയും മുഹമ്മദ് റിയാസിന്റെയും രാഷ്ട്രീയ നീക്കങ്ങൾക്ക് തടയിടാൻ കൃത്യമായ പദ്ധതികൾ PB തയ്യാറാക്കി കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെയും മരുമകന്റെയും തന്നിഷ്ടത്തിന് പാർട്ടി വഴങ്ങേണ്ടതില്ല എന്ന നിലപാട് താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്കിടയിലും ആവേശം നൽകുന്നുണ്ട്. ഒരു കാലത്ത് കേരളം അടക്കി വാണിരുന്ന പിണറായി യുഗം അവസാനത്തിന്റെ വക്കിലാണെന്നും പുതിയൊരു നേതൃത്വനിര ഉടൻ അധികാരമേൽക്കും എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഇത് വെറും ഒരു രാഷ്ട്രീയ മാറ്റമല്ല, മറിച്ച് CPM-ന്റെ നിലനിൽപ്പിനായുള്ള ഒരു വലിയ ശസ്ത്രക്രിയയായിരിക്കും. വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായ പല മാറ്റങ്ങളും സംഭവിക്കും എന്നും ഉറപ്പാണ്.